ഹായ് ഹലോ. കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അമ്മയുടെ ഇത്താത്താടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇത്താത്താമാരായിട്ടും അനിയത്തിമാരായിട്ടും ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോകാൻ. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഒരു ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി നടന്നാട്ടോ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ബീച്ചിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് നെഹ്റു പാർക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ പാർക്കിലും കൂടി ഒന്ന് കയറിയിട്ടാണ് പിള്ളേർക്കൊക്കെ ഒന്ന് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം എല്ലാ റൈഡിലും കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. അവിടെ ഓരോ റൈഡിൻ്റെ മുകളിലായിട്ടും ഏജ് ലിമിറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ് നെഹ്റു പാർക്ക്. ഗെയിം കളിക്കാനാലും അതുപോലെ ഈവനിങ് ടൈമിൽ വന്നാൽ അധികം വെയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളി പ്ലേസ് ആണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഗെയിമൊക്കെ കളിച്ച് നിന്നിട്ട് എന്നിട്ട് മോനുട്ടനെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനുട്ടൻ ആദ്യം അതിനകത്ത് ഇരുന്നിട്ട് തന്നെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തൊട്ട് ഇരുത്തിയില്ല, നല്ലോണം കരഞ്ഞ്. പിന്നെ ഈ സ്രാവിൻ്റെ ഈ ഒരു ഗെയിമിൽ ഇരുത്തിയപ്പോൾ അത് ഒത്തിരി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടായിരുന്നു കേട്ടോ കരച്ചിട്ട്. അങ്ങനെ കുറച്ച് നേരം അവൻ അതിനകത്തൊക്കെ കയറ്റിയിരുത്തി കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ നടന്നിട്ടാണ്. ഞങ്ങൾ ബീച്ചിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ സർബത്തും മാങ്ങയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നടന്നു വന്നതിൻ്റെ ക്ഷീണം കാരണം സർബത്ത് ആദ്യമേ കുടിച്ച് പിന്നെ മാങ്ങ തിന്നിട്ടാണ് നടന്നത്. അപ്പോൾ ഇത് ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇവിടെ ഒത്തിരി സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാമഫോൺ, നിറം, ലോലിപോപ്പ്, മംഗ്ലീഷ് തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി. മോനൂന് ഇറക്കിയപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് അവനെ പിന്നെ ഇറക്കിയില്ല കേട്ടോ. അവന് വെള്ളം അങ്ങനെ അധികം ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നതും കളിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അമർ അക്ബർ അന്തോണിയൊക്കെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചിയാണ് ഫുള്ള് അമർ അക്ബർ അന്തോണിയിൽ. അപ്പം ഈ ബീച്ചിലൊക്കെ അത് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആ ഒരു സ്പോട്ട് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ്. പക്ഷേ അതിനടുത്തൊന്നും ഐസ്ക്രീം കട ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം. കാരണം എന്താ, അവിടുന്ന് അനിയത്തിമാർ രണ്ടുപേർ ഐസ്ക്രീം വാങ്ങാൻ പോയപ്പോൾ അവരുടെ മേത്തും കയ്യിലും ഷാളിലൊക്കെ ഐസ്ക്രീം മെൽറ്റായി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോനൂനാണെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുപോലെ ബീച്ചിലെ തിരയൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഐസ്ക്രീമൊക്കെ തിന്നി ഇരുന്നിട്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. കുറേ നേരം അവിടെ ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരുന്ന് ഒരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് എണീറ്റു. അങ്ങനെ നേരെ ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ കട്ട്ലേറ്റും കോഫിയും ആട്ടാ പറഞ്ഞത്. അപ്പോൾ മഴത്തുള്ളി പോലത്തെ ഒരു കട്ട്ലേറ്റ്, ഇങ്ങനത്തെ ഒരു കട്ട്ലേറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിക്കൻ കട്ട്ലേറ്റ് തന്നെയാണ് പറഞ്ഞത്, പക്ഷേ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയും കുടിച്ച് വീണ്ടും ബീച്ചിൽ നിന്ന് നടക്കാൻ തുടങ്ങി. കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിക്ക് ഒരു മഴക്കാലഘട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ഒന്നും അങ്ങനെ പെയ്തില്ല. നല്ല രീതിക്ക് തണുത്ത കാറ്റൊക്കെ വീശിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ ടൈമിൽ അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടുത്തെ കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടാണ് വീട്ടിലേക്ക്. അപ്പോഴേക്കും 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീച്ചിലെ കാഴ്ചകളും ഒരു ഈവനിങ് മിനി വ്ളോഗും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.